ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേത്യാസ് മാജിക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. റവ കൊണ്ടുള്ളൊരു നല്ല സോഫ്റ്റായ സ്പോഞ്ചി ആയൊരു കേക്ക് റെസിപ്പിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ ബാറ്റർ നമ്മൾ മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത്. അതിനായി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇപ്പോൾ എഗ്ലെസ് കേക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം നമുക്ക് തൈര് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാം. നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 3/4 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ മെഷറിംഗ് കപ്പിലല്ല, നമ്മളുടെ സാധാ ചായക്കപ്പില്ലേ, ടീ കപ്പിലാണ് അളന്നിരിക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ അളക്കുന്നത് അതിൽ തന്നെ ഫുൾ ഇൻഗ്രീഡിയൻസ് അളന്നെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ മെഷറിംഗ് കപ്പിൻ്റെ ആവശ്യമില്ല ആക്ച്വലി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ. ഏതിലാണോ അളക്കുന്നത് അത് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അളക്കാൻ യൂസ് ചെയ്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് മൈദ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യം കൊക്കോ പൗഡറാണ്, കാരണം ചോക്ലേറ്റ് കേക്ക് അല്ലേ. അപ്പോൾ 1/2 സ്പൂൺ കൊക്കോ പൗഡർ കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ ബട്ടർ, മെൽറ്റഡ് ബട്ടർ അല്ല, ബട്ടറിന് പകരം നമുക്ക് ഗീയോ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം 3-4 സെക്കൻഡ്സ്. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇതിപ്പോൾ നല്ല കുറുകിയിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് പാൽ കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, കാരണം ഇതൊന്നുകൂടി കുറുകി വരും റവ ആയതുകൊണ്ട്. അപ്പോൾ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമേ നമുക്കിത് ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ബാറ്റർ ഇപ്പോൾ കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇൻ കേസ് ഇത് കൂടുതൽ കുറുകിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ടൈമിൽ 1-2 സ്പൂൺ പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് മിക്സിയിൽ ഒരു 3-4 സെക്കൻഡ് കറക്കി എടുക്കുമ്പോൾ നമ്മളെ ബാറ്റർ റെഡിയാവും. നമ്മൾ ഈ കേക്ക് കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഈ ടൈമിൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ കണ്ണാടി ബൗളാണ് എടുത്തിരിക്കുന്നത്. ഞാനിതിൽ നെയ്യ് ഓൾറെഡി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മിക്സിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഈ ബേക്കിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് പോകാനായി. എന്നിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കാം. കുക്കർ ഓൾറെഡി 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ വിസിലും വാഷറും ആവശ്യമില്ല. നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഈ കുക്കറിലേക്ക് ഇറക്കി വെച്ച് ഒരു 50-55 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമ്മളുടെ കേക്ക് റെഡിയാവും. 55 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കേക്ക് ഇപ്പോൾ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇപ്പോൾ ഞാൻ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായി തണുത്തതിന് ശേഷമേ കേക്ക് ഡിമോൾഡ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതുകൂടി ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഫൈനലി നമ്മളുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനതിൽ ക്രീമും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക് യു, ബൈ ബൈ.